നമസ്കാരം. തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് സംഗീത വിജയ് വിവാഹമോചനവും തൃഷ വിജയ് പ്രണയവുമാണ്. ലിയോ എന്ന ചിത്രത്തിലെ അഭിനയത്തോടു കൂടിയാണ് വിജയും തൃഷയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴത്തിന്, അതായത് ലവ് കെമിസ്ട്രിയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചത്. അവരുടെ സ്വകാര്യ ജീവിതം കൂടുതലും ചർച്ചയാകാൻ കാരണം വിജയ് ഒരു രാഷ്ട്രീയക്കാരനായി മാറിയതുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന നടൻ തന്റെ കഠിനാധ്വാനത്തിലൂടെ കെട്ടിപ്പൊക്കിയ സാമ്രാജ്യങ്ങൾ ആദ്യം സിനിമയും പിന്നീട് രാഷ്ട്രീയവുമാണ്. ഈ സാമ്രാജ്യങ്ങൾ ഇപ്പോൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാൻ തുടങ്ങിയിരിക്കുന്നു. അതിന് കാരണമായി പറയുന്നതിന് ഒരു പെണ്ണുമായുള്ള അവിഹിത ബന്ധവും താൻ എന്ത് ചെയ്താലും തന്റെ രസികർ അംഗീകരിച്ചു കൊള്ളുമെന്ന വിചാരമാണ് വിജയ്ക്കുള്ളത്. ആ വിചാരത്തെ എല്ലാം പൊളിച്ചെടുക്കുകയാണ് വിജയുടെ ഭാര്യ സംഗീതയും മകൻ സഞ്ജയും. ഇതിന്റെ ക്ലൈമാക്സിനായി നമ്മൾ എന്തായാലും കാത്തിരുന്നേ പറ്റുകയുള്ളൂ. ടിവിക്ക് എന്ന പാർട്ടിയുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കാലുറപ്പിക്കാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് വലിയ തിരിച്ചടിയായിരിക്കുകയാണ് വ്യക്തിജീവിതത്തിലെ പ്രശ്നങ്ങൾ. എന്തായാലും ഭാര്യ സംഗീത സ്വർണ്ണലിംഗം വിവാഹമോചന കേസുമായി കോടതി കയറിയിറങ്ങിയതോടെയാണ് ഇളയ ദളപതിയുടെ വീടിനുള്ളിലെ തീയും പുകയും പുറത്തറിഞ്ഞത്. ഒരു നടിയുമായി വിജയ്ക്ക് അവിഹിത ബന്ധം ആരോപിച്ചാണ് വിവാഹമോചനം ആവശ്യപ്പെട്ട് സംഗീത കോടതി സമീപിച്ചത്. ആ നടി തൃഷ കൃഷ്ണ ആണെന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് തൃഷയും വിജയും ഒരുമിച്ച് ഒരു വിവാഹത്തിനെത്തിയതും. ഇതോടെ ഇരുവർക്കും ഇടയിലുള്ള ബന്ധം വിവാഹത്തിലേക്ക് നീങ്ങുന്നതായുള്ള വാർത്തകളും പരന്നിട്ടുണ്ടായിരുന്നു. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിജയും തൃഷയും വിവാഹിതരായേക്കുമെന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് തൃഷയുടെ അമ്മ ഉമാകൃഷ്ണൻ ലൈക്ക് ചെയ്തതായാണ് പുതിയ അഭ്യൂഹങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്നത്. ഈ പ്രതികരണം ആരാധകർക്കിടയിൽ വലിയ ചർച്ചയാവുകയും ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു. ഈ സംഭവ വികാസങ്ങൾ നടക്കുന്നത് വിജയ് ഭാര്യ സംഗീത സ്വർണ്ണലിംഗവുമായി വിവാഹമോചന നടപടികളിലൂടെ കടന്നു പോകുമ്പോഴാണ്. പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇവിടെ വിവാഹമോചന കേസിലെ വാദം കേൾക്കൽ ഏപ്രിലിൽ നടക്കും. മെയ് 4 ഫലം പ്രഖ്യാപിക്കാനിരിക്കെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ശേഷം മാത്രമേ വിജയുടെ ഭാഗത്തു നിന്നും ഏതൊരു വ്യക്തിപരമായ പ്രഖ്യാപനവും ഉണ്ടാകൂ എന്ന് ആരാധകർക്കിടയിൽ വ്യാപകമായി സംസാരമുണ്ട്. AGS എന്റർടൈൻമെന്റ്സ് CEO അർച്ചന കൽപ്പാത്തിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ വിജയും തൃഷയും ഒരുമിച്ച് പങ്കെടുത്തതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ അഭ്യൂഹങ്ങൾ എന്നത് ശ്രദ്ധേയമാണ്. സൽക്കാരത്തിൽ നിന്നുള്ള നിരവധി ചിത്രങ്ങളും വീഡിയോകളും ഓൺലൈനിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വിവാഹ അഭ്യൂഹങ്ങളെക്കുറിച്ച് വിജയോ തൃഷയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. തങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളോട് ഇരുവരും മുൻപും മൗനം പാലിച്ചിട്ടുണ്ട്. തമിഴ് സിനിമയിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായ വിജയ് തമിഴ്നാട് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത് വഴിയും വാർത്തകൾ നിറയുന്നുണ്ട്. വിവാഹമോചന നടപടികളും തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ഉമാകൃഷ്ണന്റെ സോഷ്യൽ മീഡിയ പ്രതികരണത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായതോടെ വിജയ് തൃഷ വിവാഹ അഭ്യൂഹങ്ങൾ വരും മാസങ്ങളിൽ ഒരു യാഥാർത്ഥ്യ പ്രഖ്യാപനമായി മാറുമോ എന്ന് ആരാധകർ ഉറ്റുനോക്കുകയാണ്. അതേസമയം വിജയ് വിവാഹേതര ബന്ധം പുലർത്തുന്ന നടി തൃഷയാണെന്ന അഭ്യൂഹങ്ങൾക്കിടെ തൃഷയെ പിന്തുണച്ച നടി ഖുഷ്ബു സുന്ദറും രംഗത്തെത്തി. തൃഷ വളരെ നല്ല വ്യക്തിയാണെന്നും മോശം കമന്റുകൾ അനാവശ്യമാണെന്നും ഖുഷ്ബു പറഞ്ഞു. ഒന്ന് തുമ്മിയാൽ അതിന് മറ്റുള്ളവരെ പഴിക്കാൻ നോക്കുന്ന കാലത്താണ് ഞാൻ ജീവിക്കുന്നത്. തൃഷ ഞാനുമായി വളരെയധികം ക്ലോസ് ആണ്. ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും സിഗ്നിഫൈഡ് ആയ സ്ത്രീയാണ് തൃഷ. എല്ലായിടത്തും പിന്തുടരുന്ന പാപ്പരാസികളെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഒരു പക്ഷേ മുംബൈയിൽ ഉണ്ടായിരുന്ന സിസ്റ്റം ആയിരിക്കാം ഇത്. ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെയും തുടങ്ങുന്നു. കമന്റ് ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുന്നവർ അവർക്കുള്ള പ്രശ്നം നോക്കാതെ മറ്റൊരാളുടെ ജീവിതത്തിൽ നോക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരാണ്. മറ്റൊരാളുടെ ജീവിതത്തെക്കുറിച്ച് കമന്റ് ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവരിൽ 99.9% പേരെയും നമുക്കറിയില്ല. അവരോട് പ്രതികരിച്ച് സമയം കളയേണ്ടതില്ലെന്നും ഖുഷ്ബു പറഞ്ഞു. എന്നാൽ നടൻ രവി മോഹൻ ഭാര്യ ആരതി രവിയെ ഉപേക്ഷിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോയപ്പോൾ ഖുഷ്ബു രവി മോഹനെതിരെ വിമർശനം ഉന്നയിച്ചില്ലേ എന്ന ചോദ്യവും വരുന്നുണ്ട്. തൃഷയെ പോലെ ഒരു കാലത്ത് നടി നയൻതാരയും വലിയ ചർച്ചയായതാണ്. പ്രഭുദേവയുമായി ബന്ധമുണ്ടായിരുന്ന കാലത്ത് വ്യാപക അധിക്ഷേപങ്ങളും കുറ്റപ്പെടുത്തലുകളും നയൻതാരയ്ക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സിനിമാ ലോകത്തു നിന്നും വലിയ പിന്തുണ അക്കാലത്ത് നയൻതാരയ്ക്ക് ലഭിച്ചിരുന്നില്ല. ബന്ധം തകർന്ന് സിനിമാ ലോകത്തു നിന്നും നയൻതാര അകന്നപ്പോഴും വലിയ പിന്തുണ നടിക്ക് ലഭിച്ചില്ല. ദൈവവിശ്വാസം എനിക്ക് എപ്പോഴും ഉണ്ട്. എനിക്ക് ആരുമില്ലാതിരുന്ന സമയത്ത് എനിക്ക് ദൈവം മാത്രമാണ് ഉണ്ടായിരുന്നത്. ദൈവം മാത്രമാണ് എന്നെ പിന്തുണച്ചത്. ആരും അന്ന് കുഴപ്പമില്ല. നിന്റെ ജീവിതം നന്നായി വരുമെന്ന് ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ദൈവവിശ്വാസം കൂടുതൽ. അമ്പലങ്ങളും ചർച്ചുകളും എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതേസമയം നയൻതാരയ്ക്കും തൃഷയ്ക്കും സിനിമാക്കാർക്കിടയിലുള്ള സ്വീകാര്യതയിൽ വ്യത്യാസമുണ്ട്. പൊതുവെ സഹപ്രവർത്തകർക്കെല്ലാം പ്രിയങ്കരിയാണ് തൃഷ. താരജാടയില്ലാത്ത, അനാവശ്യ നിബന്ധനകളില്ലാത്ത നടി. എന്നാൽ നയൻതാരയ്ക്ക് അങ്ങനെ ഒരു ഇമേജ് അല്ല. സൂപ്പർ താരത്തിന്റേതായ ചട്ടക്കൂട്ടുകളിലാണ് നയൻതാര. സഹപ്രവർത്തകരുമായി അധികം അടുക്കുന്ന പ്രകൃതമല്ല. പലർക്കും നയൻതാരയുടെ പ്രകൃതം ഇഷ്ടവുമല്ല. പ്രഭുദേവിയുമായുള്ള ബന്ധം തകർന്ന ശേഷം 2013 നയൻതാര സിനിമാ രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തുന്നത്. രാജാറാണി എന്ന സിനിമ വലിയ വിജയമായി. നഷ്ടപ്പെട്ട താരമൂല്യം നടിക്ക് തിരികെ ലഭിക്കുകയും ചെയ്തു. സംവിധായകൻ വിഘ്നേഷ് ശിവനെയാണ് നയൻതാര വിവാഹം ചെയ്തത്. 2 മക്കളുമുണ്ട്. അതേസമയം നടൻ വിജയും തൃഷയും തമ്മിലുള്ള ബന്ധം തമിഴ്നാട്ടിൽ വലിയ ചർച്ചയ്ക്കാണ് എന്തായാലും കാരണമായിരിക്കുന്നത്. നടന്റെ ഭാര്യ സംഗീത വിവാഹമോചന ഹർജിയുമായി രംഗത്തെത്തിയതോടെയാണ് വിഷയം ആളിക്കത്തിയത്. വിവാദം
തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം കത്തി നിൽക്കുകയാണ്. വിവാദത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞ ദിവസം സംവിധായകൻ ആലപ്പി അഷ്റഫും രംഗത്തെത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇന്ന് തമിഴ്നാട്ടിലെങ്ങും ഒരു വിവാദ നായകനായി നിറഞ്ഞു നിൽക്കുകയാണ് തെന്നിന്ത്യൻ താരറാണിയായ തൃഷ. പ്രണയങ്ങൾ പലതും അവരുടെ ജീവിതത്തിൽ വന്നുപോയെങ്കിലും ഒന്നും പൂവണിയാതെ 42 വയസ്സ് പിന്നിട്ടിട്ടും അവിവാഹിതയായി തുടരുകയാണ് അവരിപ്പോഴും. വിജയും ഭാര്യ സംഗീതയുമായുള്ള വിവാഹബന്ധം വേർപെടുത്തുവാനായി കോടതിയെ സമീപിച്ചപ്പോൾ അതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ഭർത്താവ് വിജയ്ക്ക് ഏതോ ഒരു നടിയുമായി അവിഹിത ബന്ധമുണ്ട് എന്നതാണ്. ആ ഏതോ ഒരു നടി തൃഷ തന്നെയാണെന്ന് തറപ്പിച്ചു പറഞ്ഞുകൊണ്ട് പലരും രംഗത്ത് വന്നു. ഇതിനെ പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് വിജയും തൃഷയും ഒന്നിച്ച് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വിവാഹമോചന കേസ് കോടതിയിൽ എത്തിയതിന് പിന്നാലെയുള്ള ഈ വരവ് വലിയ രീതിയിലുള്ള ചർച്ചയാവുകയും വാർത്തകൾ നിറയുകയും ചെയ്തു. ഇവിടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് ഒരേ രീതി ഒരേ നിറത്തിലുള്ള മാച്ചിങ് ഡ്രസ്സാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. ഒരു കല്യാണ ചെക്കനും കല്യാണ പെണ്ണും വരുന്നത് പോലെയായിരുന്നു കല്യാണ ചടങ്ങിലേക്കുള്ള ഇവരുടെ എൻട്രി. ഇവരുടെ ഈ വരവിനെ അനുകൂലിച്ചുകൊണ്ടും നിശിതമായി വിമർശിച്ചുകൊണ്ടും പലരും രംഗത്ത് വന്നു. നടനും സംവിധായകനുമായ പാർത്ഥിബൻ പങ്കെടുത്ത ഒരു അവാർഡ് ഷോയിൽ റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃഷയുടെ ചിത്രം കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുന്തവി വീട്ടിലിരുന്നാൽ ഒരു കുഴപ്പവുമില്ല, പക്ഷെ പുറത്തിറങ്ങിയാൽ വലിയ പ്രശ്നമാണെന്ന്. തൃഷ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നതാണ് പാർത്ഥിബൻ പറയുന്നത്. വിജയ്ക്കൊപ്പം ആ ചടങ്ങിൽ പങ്കെടുത്താൽ അത് വിജയുടെ പ്രതിച്ഛായ ബാധിക്കുമെന്ന് നടി പറയണമായിരുന്നു. അങ്ങനെ അവർക്ക് വീട്ടിൽ ഇരിക്കാമായിരുന്നുവെന്ന്. തൃഷയുടെ ഈ ഒരൊറ്റ നടപടി മൂലം കരൂർ ദുരന്തത്തെ തുടർന്നുണ്ടായതിനേക്കാൾ വലിയ പ്രതിച്ഛായ നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. തൃഷയുടെ സാന്നിധ്യം വിജയ്ക്ക് വളരെ ദോഷം ചെയ്തു. അതുകൊണ്ടാണ് റാപ്പിഡ് ഫയർ റൗണ്ടിൽ തൃഷയുടെ ചിത്രം കാണിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത് എന്ന് പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോഴേക്കും തൃഷ രൂക്ഷമായ ഭാഷയിൽ പാർത്ഥിബനെതിരെ പ്രതികരിച്ചുകൊണ്ടും രംഗത്തെത്തി. ഇതോടെ പാർത്ഥിബൻ ഖേദം പ്രകടിപ്പിച്ചു. അതേസമയം തൃഷയും വിജയുമായുള്ള ഈ വരവിനെ എതിർത്തവരാണ് കൂടുതലെങ്കിലും തൃഷയ്ക്ക് കട്ട സപ്പോർട്ടുമായി എത്തിയ ഒരാളുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ നടി ഖുഷ്ബു ആണ്. അവർ പറയുന്നു, ഈ സംഭവത്തിൽ മറ്റുള്ളവർക്ക് എന്താണ് ചെയ്യാനുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് അവരുടെ സ്വകാര്യ ജീവിതമാണ്. അവരുടെ സ്വകാര്യ ജീവിതം മറ്റുള്ളവരെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. അവർ അവരുടെ ജീവിതം നോക്കിക്കൊള്ളും. ജനങ്ങളെ ഇത് ഒരു തരത്തിലും ബാധിക്കുന്നില്ലെന്ന്, ഇത് വിജയുടെ ജനപ്രീതിയെ ബാധിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ലെന്നും. എന്നാൽ നടി കസ്തൂരി വിജയ്ക്കെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വന്നു. അവർ പറയുന്ന വിവാദങ്ങൾ വിജയ് കാര്യമാക്കുന്നില്ലെന്നും സംഗീതയുടെ വിഷമം മനസ്സിലാക്കേണ്ടതുണ്ടെന്നും ഒരു ഭാര്യയ്ക്കും ഭർത്താവിനെ പങ്കുവെക്കാൻ ആകില്ലെന്നും രാഷ്ട്രീയത്തിൽ ഈ വിഷയം വിജയെ ബാധിക്കുമെന്നുമാണ് കസ്തൂരി പ്രതികരിച്ചത്. ഈ വിഷയത്തിൽ തൃഷയുടെ പേര് ഏറ്റവും ആദ്യമായി പൊതുസമൂഹത്തിന്റെ മുൻപിൽ തുറന്നു പറഞ്ഞത് ബിജെപിയുടെ തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായ നൈനാൻ നാഗേന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ പ്രകോപിച്ചത് തമിഴ്നാട്ടിൽ മത്സരം TMKയും വിജയുടെ പാർട്ടിയായ TVKയും തമ്മിലാണെന്ന് വിജയ് പറഞ്ഞതാണ്. അതിന് മറുപടി എന്നോണം അദ്ദേഹം പറഞ്ഞത്, വിജയ് രാഷ്ട്രീയത്തിൽ പരിചയസമ്പത്ത് നേടണമെങ്കിൽ ആദ്യം തൃഷയുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണമെന്നാണ്. ഈ പരാമർശത്തിന് വളരെയധികം വാർത്താ പ്രാധാന്യം ലഭിച്ചു. ഇതിനെതിരെയും തൃഷ പ്രതികരണവുമായി എത്തി. പിന്നീട് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു. തന്റെ അമ്മയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ വിജയുടെ മകൻ തന്റെ പേരിൽ മാറ്റം വരുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിജയെ അൺഫോളോ ചെയ്തത് വലിയ വാർത്തയായതാണ്. എന്നാൽ ഇപ്പോൾ തന്റെ ഔദ്യോഗിക രേഖകളിൽ നിന്നും തന്റെ അച്ഛന്റെ പേര് മാറ്റി അമ്മയുടെ പേര് ആ സ്ഥാനത്ത് ചേർത്തിരിക്കുകയാണ്. ഇതൊക്കെ തന്റെ പിതാവായ വിജയുടെ പ്രവൃത്തിയോടുള്ള വിയോജിപ്പാണ് തുറന്നുകാട്ടുന്നത്.